ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് PNC MAKയുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നതിനെ തുടർന്ന് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഡൗട്ട്സ്, ആ ഡൗട്ട്സിനെ ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ സെഷനാണിത്. അപ്പോൾ ഡൗട്ട്സ് ചോദിച്ച എല്ലാ കുട്ടികളും വീഡിയോ കാണുക, അതുപോലെ ഡൗട്ട്സ് ഉള്ളവരും കാണുക. നിങ്ങളുടെ ഡൗട്ട്സും ഇതിനകത്ത് നിന്നും ക്ലിയറായി കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഫസ്റ്റ് എത്ര റാങ്ക് വരെ അഡ്മിഷൻ കിട്ടും PNC MAK വഴി? നമുക്ക് കഴിഞ്ഞ വർഷത്തെ പ്രഡിക്ഷൻ വെച്ചിട്ട് മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. കഴിഞ്ഞ വർഷം 411 മാർക്കുള്ള കുട്ടികൾക്ക് വരെയാണ് ലഭിച്ചിരിക്കുന്നത്. 411 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 3000 സംതിങ് റാങ്ക് ഉള്ള ഒരു കുട്ടിക്കായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക. അതുപോലെ കഴിഞ്ഞ വർഷം, അതായത് 2024 കണക്ക് നോക്കുകയാണെങ്കിൽ 416 മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം കുറച്ചുകൂടി പുതിയ കോളേജസ് ആഡ് ആയതുകൊണ്ട് തന്നെ സീറ്റുകൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. LBSലും പുതിയ കോളേജസ് ആഡ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീറ്റിലേക്കും കുട്ടികളെ എടുക്കുന്നത് കൊണ്ടാണ് കുറച്ചുകൂടി മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഈ വർഷവും നമുക്ക് അങ്ങനെ തന്നെ വിചാരിക്കാം എന്നതാണ് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഉറപ്പിച്ച് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല കേട്ടോ. ഈ വർഷം കൂടുതൽ കുട്ടികളാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് PNC MAKയിൽ. അവരുടെ എല്ലാവരുടെയും ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയിട്ടുണ്ട്. ഈ അക്സെപ്റ്റായ ആപ്ലിക്കേഷൻ ഉള്ളവരും അതുപോലെ റാങ്ക് ലിസ്റ്റ് വന്നു എന്ന് വിചാരിച്ചും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്ന് നിർബന്ധമില്ല. അതുപോലെ പലരുടെയും ഡൗട്ടാണ്, ഓപ്ഷൻ രജിസ്ട്രേഷന് ഫസ്റ്റ് വെച്ച കോളേജിൽ തന്നെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്ന് ചോദിക്കുന്നത്. ഇതെല്ലാം നിങ്ങളുടെ മാർക്ക് ബേസ് ചെയ്തിട്ട് മാത്രമാണ് അലോട്ട്മെൻറ്റ് വരുന്നത്. നിങ്ങൾ ഓപ്ഷൻ വെച്ചു എന്ന് വിചാരിച്ച് റാങ്കും വന്നു എന്ന് വിചാരിച്ച് അഡ്മിഷൻ കിട്ടും എന്നുള്ള മൈൻഡിലിരിക്കുന്ന കുട്ടികളുണ്ട്. പലരുടെയും ഡൗട്ട് ഞാൻ കണ്ടതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ അല്ല കേട്ടോ. നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ റാങ്കും ഒക്കെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടാവുക. പിന്നെ ചോദിച്ചിട്ടുള്ളത് എത്ര സീറ്റാണുള്ളത്. ടോട്ടൽ ഇപ്പോൾ PNC MAKയിൽ നമുക്ക് കോളേജസ് എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എത്രത്തോളം സീറ്റ് ഉണ്ട് എന്നുള്ളതും കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ അതിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് 2902 സീറ്റാണ് ഈ വർഷം എല്ലാ കോളേജസിലും കൂടി കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും അത് ആഡ് ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. PNC MAKയിൽ ഒരു കോളേജ് കിട്ടി, ബട്ട് എനിക്കത് വേണ്ട. ദെൻ വാട്ട് ടു ഡു? ഇത് പലരുടെയും ഡൗട്ടാണ്. നമുക്കിപ്പോൾ സെപ്റ്റംബർ 1 അലോട്ട്മെൻറ്റ് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ രീതി ഞാൻ പറഞ്ഞു തരാം. അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരൊരു സമയം പറയും, ടോക്കൺ ഫീ അടയ്ക്കണം. 10,000 റുപ്പീസാണ് ടോക്കൺ ഫീ. അത് നിങ്ങൾ ഓൺലൈനായിട്ട് അടയ്ക്കണം. അതിനുശേഷം ഒരു ടൈം തരും. കോളേജിൽ വന്ന് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും ഫീസ്, ഒരു വർഷത്തെ ഫീസും അടച്ച് അഡ്മിഷൻ എടുക്കണം. ഓരോ അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴും അപ്പോൾ തന്നെ പോയി കോളേജിൽ അഡ്മിഷൻ എടുക്കണം. മനസ്സിലായോ? അപ്പോൾ ഈ കുട്ടിക്ക് കിട്ടിയത് ഇഷ്ടപ്പെടാത്തൊരു കോളേജാണ്. എന്ത് ചെയ്യും? ഇഷ്ടപ്പെടാത്ത കോളേജ് കിട്ടിയത് എന്തുകൊണ്ടാണ്? ആദ്യം അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു കോളേജ് ഓപ്ഷൻ വെച്ചത് കൊണ്ട്. അത് ആരുടെ മിസ്റ്റേക്കാണ്? അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്. അങ്ങനെ വെക്കരുതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി വെച്ചവരുടെ കാര്യം പറയാം. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ 10,000 അടച്ചു, എന്നിട്ട് കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ സീറ്റ് ക്യാൻസൽ ആവും. അത് നിങ്ങൾക്ക് പിന്നീട് ആ സീറ്റ് കിട്ടത്തേയില്ല. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഫസ്റ്റ് വെച്ച ഓപ്ഷനാണ് ഒരാൾക്ക് കിട്ടിയെന്ന് വെച്ചോ, അത് തന്നെ ഇഷ്ടമല്ലാത്ത കോളേജ് ആയാൽ എന്ത് ചെയ്യും? കഴിഞ്ഞ വർഷം പലരും ചെയ്ത അബദ്ധങ്ങളാണ്. ഫസ്റ്റ് ഇഷ്ടപ്പെടാത്ത കോളേജ്, അങ്ങനെയൊന്നുമില്ല, തോന്നിയ പോലെ അങ്ങ് കോളേജ് ഓപ്ഷൻ വെച്ചു, പ്രയോറിറ്റൈസ് ഒന്നും ചെയ്യാതെ ഫസ്റ്റ് വെച്ച കോളേജ് തന്നെ കിട്ടുകയും ചെയ്തു. ആ കോളേജ് ആ കുട്ടിക്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കുട്ടിയുടെ അവിടെ സീറ്റും ക്യാൻസലാവും, PNC MAKയിലെ എല്ലാം ക്യാൻസലായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം മൂന്നാമത്തെ ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ 4, 5, 6 ഒക്കെ ക്യാൻസലായി പോകും. പിന്നെ നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചല്ലേ നമ്മൾ കോളേജ് വെച്ചിരിക്കുന്നത്. അങ്ങനെ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അതാണ് പോളിസി എന്ന് പറയുന്നത്. അപ്പം ബാക്കി നമുക്ക് ഏതൊക്കെ കോളേജ് ഉണ്ട്? 2ഉം 1ഉം. ആ 2ഉം 1ഉം കോളേജിന് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് LBSലൊക്കെ നമ്മൾ അങ്ങനെയാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് ഉത്തരമെന്ന് പറയുന്നത് PNC MAKയിൽ ഒരു കോളേജ് കിട്ടി, 10,000 റുപ്പീസ് ടോക്കൺ ഫീ അടച്ചു, കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ക്യാൻസലായി പോകും. അതിനിപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ PNC MAKയിൽ നിന്ന് തന്നെ റിജക്റ്റ് ആയി പോവുകയും ചെയ്യും. നെക്സ്റ്റ്, ചേച്ചി കഴിഞ്ഞ ഇയർ എത്ര റാങ്ക് വരെ വിളിച്ചിട്ടുണ്ട്? അതായത് 411 ഇൻഡെക്സ് മാർക്കുള്ള ആ ഒരു ലെവൽ ഓഫ് റാങ്ക് വരെയാണ് വിളിച്ചിരിക്കുന്നത്. അതൊരു 3000 സംതിങ് റാങ്കാണ് വരുന്നത്.
ഇനി 7395 കിട്ടുമോ? ഈ കിട്ടുമോ എന്ന് ചോദിക്കുന്നവരെല്ലാവരും വീഡിയോ കാണുക കേട്ടോ. വീഡിയോയിൽ ഞാൻ പറയുന്നത് വെച്ച് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. PNC MAKൽ അലോട്ട്മെൻറ്റ് വന്ന കോളേജ് വേണ്ടെന്ന് ആണെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പോകാതെ ഇരുന്നാൽ ക്യാൻസൽ ആവില്ലേ? ക്യാൻസൽ ആകും. LBS വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് LBSൽ എന്തെങ്കിലും പ്രോബ്ലം വരുമോ PNC MAKൽ പോവാത്തത്? അങ്ങനെ LBSും PNC MAKും AMCS FNCക്കും തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ. ഇതെല്ലാം സെപ്പറേറ്റ് ആണ്. LBSൽ പ്രോബ്ലം അങ്ങനെയൊന്നും വരത്തില്ല കേട്ടോ. കഴിഞ്ഞ വർഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ എടുക്കാതെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കോളേജ് കിട്ടിയല്ലോ. അതാണ് പറയുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി നമ്മൾ പോയി അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ നമ്മുടെ കോളേജ് ക്യാൻസൽ ആവും. മനസ്സിലായോ? എന്നിട്ട് ടോക്കൺ ഫീസ് അടച്ചിട്ട് നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് റിസ്ക് ആണ്. മേ ബി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടാതെ ഇരിക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടാതിരിക്കാം. അതുപോലെ ഓപ്ഷൻസ് വെച്ചിരിക്കുന്ന അറേഞ്ച്മെൻറ്റിൽ ഇപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെ ഓപ്ഷനൊക്കെ കിട്ടിയിട്ടാണ് ഇത് ക്യാൻസൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കിട്ടാനുള്ള ചാൻസ് കുറയും. കാരണം ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ആ ഒരു കോളേജിൽ കിട്ടിയ കുട്ടികൾ ചെന്ന് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ സീറ്റ് കഴിയും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. മാം, ഇപ്പോൾ ഈ PNC MAKയിൽ അപ്ലൈ ചെയ്തവരിൽ BSc MScക്കൊക്കെ അപ്ലൈ ചെയ്തവർ ഉണ്ടാവില്ലേ? അപ്പോൾ അതിന് അടിയിൽ റാങ്ക് ഇല്ലാത്തവർക്കും കിട്ടാൻ ചാൻസ് ഇല്ലേ? ഉള്ളവർ ഇപ്പോൾ BScക്ക് തന്നെ ആവില്ലല്ലോ. എടാ, MScയുടേത് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആട്ടോ. ഈ BScക്ക് അകത്ത് തന്നെ MSc ഇല്ല. ഇത് BScയുടേത് മാത്രമാണ് കേട്ടോ. അങ്ങനെ ഒരു ഡൗട്ടൊന്നും വേണ്ട കേട്ടോ. ഇത് BScയുടെ മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. MScക്ക് വേറെ റാങ്ക് ലിസ്റ്റാണ്. പ്രോസ്പെക്ടസിൽ റെഡ് കളർ കൊടുത്ത കോളേജസിൻ്റെ സീറ്റ് INC അപ്രൂവൽ വെയിറ്റിംഗ് എന്നല്ലേ? ഈ INC അപ്രൂവൽ കിട്ടാത്ത സീറ്റ് എന്നത് PNC MAKൽ അവൈലബിൾ ആയ സീറ്റ്സ് ആണ് ഓവറോൾ മീൻസ് LBS സീറ്റ്സ് ഈ INC അപ്രൂവൽ ഇഷ്യൂ ഉണ്ടോ? ബിക്കോസ് LBS ആ റെഡ് കളർ കൊടുത്ത കുറച്ച് കോളേജസ് കൊടുക്കണമെന്നുണ്ട്. INC അപ്രൂവൽ നമുക്ക് ഡിസംബറിൽ അറിയാൻ പറ്റും. എല്ലാ വർഷവും INC അപ്രൂവലിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ കോളേജിൽ നിന്ന് ചെയ്യാനുണ്ട്. നോർമലി ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം എടുത്താൽ നമുക്കറിയാം എല്ലാ വർഷവും അവിടെ കുട്ടികൾ പാസ് ഔട്ടായി ഇറങ്ങുന്ന പോപ്പുലർ ആയിട്ടുള്ളൊരു കോളേജാണ്. സോ അവിടെ ഈ വർഷം INC കിട്ടുമോ എന്നുള്ള ഡൗട്ട് നമുക്ക് അവിടെ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ വർഷവും അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കോളേജസ് നിങ്ങൾ വെക്കുക. ഇപ്പോൾ ഈ പെൻഡിങ് വരുന്ന ചില കോളേജസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതുവരെയും ഒരു ബാച്ച് പോലും പാസ് ഔട്ട് ആവാത്ത കോളേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കോളേജസ് വരുമ്പോഴാണ് ഈ ഒരു പെൻഡിങ് അതിനകത്ത് കാണിക്കുന്നത്. മേ ബി ആ കോളേജസിൽ കഴിഞ്ഞ വർഷമൊക്കെ INC അപ്രൂവൽ കിട്ടിയിട്ടുണ്ടോ, അങ്ങനെ ബാച്ച് പഠിക്കുന്നുണ്ടോ എന്നതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയിട്ട് അങ്ങനെയുള്ള കോളേജസ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരു ഡൗട്ടാണ്, ഒരേ മാർക്കുള്ള കുട്ടികൾക്ക് റാങ്ക് ലിസ്റ്റിൽ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ്? പലരും വിചാരിച്ചിരിക്കുന്നത് ഫസ്റ്റ് അപ്ലൈ ചെയ്തവർക്കാണ് കൂടുതൽ റാങ്ക് വരാൻ ചാൻസ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങളുടെ ഈ മാർക്ക് ബേസ് ചെയ്ത് നിങ്ങളുടെ പെർസെൻറ്റേജ് ഒന്ന് എടുത്ത് നോക്കിക്കേ. ഇപ്പം 97% ഉള്ള 10 പേരുണ്ടെങ്കിൽ 97.11 എന്ന് പറയുന്നവരുണ്ടാവും, 97.12 ഉണ്ടാവും, 97.13 ഉണ്ടാവും. ഈ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് വെച്ചിട്ട് പോലും ഈ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് എല്ലാം നിങ്ങളുടെ റാങ്കിനകത്ത് കാണുന്നതാണ് കേട്ടോ ഇത്. ഫസ്റ്റ് വെച്ച കോളേജ് അപ്രൂവൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി എന്താ ചെയ്യുക? അപ്പോൾ കഴിഞ്ഞ വർഷം ആ കോളേജിന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ടോ, ഏതെങ്കിലും ബാച്ച് പഠിച്ചിറങ്ങിയിട്ടുണ്ടോ, ഇതൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം കേട്ടോ. നമ്മളിതൊക്കെ ഓപ്ഷൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് കേട്ടോ. ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന 10,078 റാങ്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഞാൻ ഓപ്പണായിട്ട് ചില കുട്ടികൾക്ക് നോ എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ഒരു വർഷം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ PNC MAKയുടെ കറക്റ്റ് കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് PNC MAK അപ്ഡേറ്റ് 2025 ഉണ്ട്. അതിനകത്ത് എടുത്ത് നോക്കുക. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം എന്തൊക്കെയായിരുന്നു ചെയ്യേണ്ടത് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടും. അതോടൊപ്പം ആ സമയത്ത് അപ്ഡേറ്റ് നമ്മൾ എന്തായാലും ചാനലിലൂടെ അറിയിക്കുന്നതും ആയിരിക്കും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾ എന്ത് ചെയ്യുക, മാനേജ്മെൻറ്റ് സീറ്റ് മാക്സിമം എടുക്കാൻ നോക്കുക. ഇപ്പോൾ തന്നെ ഡൊണേഷൻ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ലേറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഡൊണേഷൻ പിന്നെയും കൂടും, അത് മനസ്സിലാക്കുക. നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയുടെ ലിങ്കും വാട്സപ്പിൻ്റെ ലിങ്കും നമ്മുടെ ചാനൽ ബയോയിൽ തന്നെ ഉണ്ട്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പറിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാം. ഡൗട്ട് ക്ലിയറിങ് സെഷൻ അല്ല, ഞാൻ ഇപ്പോഴും പറയുവാണ്, നിങ്ങൾക്ക് ചാൻസ് ഉണ്ടോ, എനിക്ക് കിട്ടുമോ, ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഒന്നുമല്ല നമ്മളവിടെ ക്ലിയർ ചെയ്യുന്നത്. അതെല്ലാം യൂട്യൂബ് ചാനൽ ത്രൂ മാത്രമായിരിക്കും. മാനേജ്മെൻറ്റ് സീറ്റിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ
വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ നെയിം, ഏജ്, ഇൻഡെക്സ് മാർക്ക്, അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് ഇത്രയും ഡീറ്റെയിൽസ് അയച്ചിട്ട് കേരള, കർണാടക, മൈസൂർ, ബാംഗ്ലൂർ, അതുപോലെ തന്നെ ഇവിടെ ഉള്ള മാനേജ്മെൻറ്റ് സീറ്റിന് വേണ്ടിയിട്ടുള്ള എൻക്വയറിക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ. കോൾ വിളിക്കരുത് കേട്ടോ ആരും, എല്ലാവരും മെസ്സേജ് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.